ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ SLC എക്സാമിനേഷൻ അതിലേക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. വളരെ വിലപ്പെട്ട സമയത്തിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്ന കൃത്യമായ ചിന്ത പോലും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഇവിടെ ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറയുന്നതിന് നമുക്കറിയാം, സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് അല്ലെ. അതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്. പാർട്ട് എയിൽ നിന്നുള്ള കമ്പൽസറി ചോദ്യങ്ങളായിരിക്കും. പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഓപ്ഷനുകളാക്കിയിട്ട് ഹിസ്റ്ററിയിൽ നിന്ന് 3 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം, ജിയോഗ്രഫിയിൽ നിന്ന് 3 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മളെല്ലാം സംസാരിച്ചു കഴിഞ്ഞാണ് അതിന്റെ വീഡിയോ മക്കൾ എല്ലാവരും കണ്ട ആളുകളുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ ഓപ്ഷണൽ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഏത് ചാപ്റ്റേഴ്സ് എടുക്കുന്നതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ പോവാം. നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ കമ്പൽസറി ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഒന്നാമത്തെ ആദ്യം പറയുന്ന കമ്പൽസറി ആയിട്ടുള്ള ഭാഗമാണ് പൊതുഭരണം അഥവാ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോദ്യം ഉണ്ടായിരിക്കുക പ്രധാനമായിട്ടും 5 മാർക്കിനാണ്. അവിടെ നമ്മൾ പൊതുഭരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ സമരവും സ്വാതന്ത്ര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ നാഷണൽ മൂവ്മെന്റ്, ദേശീയ സമരങ്ങൾ, നിസ്സഹകരണ സമരമായിക്കോട്ടെ, സിവിൽ നിയമലംഘന സമരമായിക്കോട്ടെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആയിക്കോട്ടെ, അത് കൂടെ തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവ് പാർട്സ്, വേറിട്ട വഴികൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം അവിടെ നിന്ന് essay ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി നമുക്കറിയാം വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ആ വലിയൊരു ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് 4 മാർക്കിനാണ് ചോദ്യമുള്ളത്. അതുകൊണ്ട് ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പഠിക്കാൻ. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്തിനു എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് 3 മാർക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ കമ്പൽസറി ചാപ്റ്റേഴ്സ് ആണ്. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ ഏത് ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് നോക്കുന്ന സമയത്ത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അതുപോലെ തന്നെ വേൾഡ് ഇൻ 20th century, ഈ 2 ചാപ്റ്ററുകൾ ഉള്ളതിൽ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് എത്ര മാർക്കാണ് എന്നുള്ളതാണ്. 6 മാർക്കാണ്. അഥവാ essay ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് വരാനുള്ളത്. essay ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എന്റെ മക്കൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും 1ാമത്തെ ചാപ്റ്ററായ റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിന് 2 കാരണങ്ങളാണ്. 1ാമത്തെ കാരണം, നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കയറിയ ഉടനെ ഞാൻ 10ാം ക്ലാസ്സിലാണ്, ഞാൻ നന്നായിട്ട് പഠിക്കേണ്ട കുട്ടിയാണ്, എനിക്ക് ഫുൾ A+ വേണം എന്ന ചിന്തയോട് കൂടെ ഭയങ്കര ആത്മാർത്ഥതയിൽ പഠിച്ച ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ. കൂടാതെ ഈ ചാപ്റ്റർ നമുക്ക് ഉത്തരങ്ങൾ വളരെ എളുപ്പം കണ്ടെത്താൻ പറ്റും. ഇത് ചോദിക്കാൻ പോകുന്നത് 5 റവല്യൂഷനുകൾ ഉള്ളത് 4 റവല്യൂഷനുകളെ കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്ക ചോദിക്കാൻ സാധ്യത കുറവാണ്. അമേരിക്ക, ഫ്രഞ്ച്, ചൈന, റഷ്യ, ഈ 4 റവല്യൂഷനുകളെ കുറിച്ച് essay ചോദ്യത്തിലേക്കുള്ള ലെവലിൽ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനല്ല, പഠിക്കേണ്ട രീതി അങ്ങനെ ആയിരിക്കണം. അതേസമയം അടുത്തത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, കൾച്ചർ ആൻഡ് നാഷണലിസം, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 2 ചാപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. 6 മാർക്കിന്റെ ചോദ്യം അവിടെ ഉണ്ട്. കൂടാതെ തന്നെ അവിടുത്തെ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് തെരഞ്ഞെടുക്കും എന്നുള്ളത്. എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യം, ഇത് രണ്ട് വിഭാഗം മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബൈഹാർട്ടിങ് കപ്പാസിറ്റി ഉള്ള മക്കളുണ്ടാവും. ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിന്റെ ഉള്ളിൽ അങ്ങോട്ട് കേട്ട് മനസ്സിലാക്കി വെക്കുന്ന മക്കളുണ്ടാവും. എല്ലാ കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ചൂസ് ചെയ്യേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കൾച്ചർ ആൻഡ് നാഷണലിസമാണ്, സംസ്കാരവും ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിന് കാരണം എന്താ വെച്ചാൽ ആ ഒരു ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് പ്രധാനമായിട്ട് ചോദിക്കുക വ്യക്തികളുടെ പേര്, അവരുടെ പെയിന്റിങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാ. നമുക്കറിയാലോ, ആര്യസ്വാമി രാമസ്വാമി എന്ന് പറഞ്ഞ പാട്ടെല്ലാം പാടിയിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ടേബിൾ, നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും എന്നുള്ള ടേബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ബൈഹാർട്ടിങ് കാര്യങ്ങളാണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതേസമയം ചില ആളുകൾക്ക് ഉണ്ടാവും ബൈഹാർട്ടിങ് ഒട്ടും കഴിയില്ല, അവരും എല്ലാം മനസ്സിലാക്കി പഠിക്കുന്നവരായിരിക്കും.
ഹിസ്റ്ററി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹിസ്റ്ററി എങ്ങനെയാണ്, കഥ എങ്ങനെയാണ് നടന്നത് എന്നതിൽ വ്യക്തമാക്കി വായിച്ചു പഠിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും. അവർ ചൂസ് ചെയ്യേണ്ടത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണം ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പൊ ഈ ഒരു 2 ചാപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഇത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾ ഏത് കപ്പാസിറ്റിക്കാണോ ഉള്ളത് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ അടുത്ത കാര്യത്തിലേക്ക് നോക്കുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സിവിക് കോൺഷ്യസ്നസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും പൗരബോധം എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പൗരബോധമാണ്, സിവിക് കോൺഷ്യസ് ആണ്. എനിക്ക് നിങ്ങളോട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനുള്ളത്. 8 മാർക്കിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിവിക് കോൺഷ്യസ്നസ് പൗരബോധം എടുക്കുന്നതിനേക്കാളും കൂടുതൽ മക്കൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും അഥവാ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിനാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? വലിയൊരു ചാപ്റ്റർ ഞങ്ങളോട് പറയും, കമ്പാരിറ്റീവ്ലി വലുത്, ഇതിനേക്കാളും വലിയ ചാപ്റ്റർ പഠിക്കാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സിവിക് കോൺഷ്യസ് എന്ന് പറയുന്ന ചാപ്റ്റർ ചെറുതാണ്. അതിൽ നിന്ന് ഔട്ടർ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഔട്ടർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പുറത്തുനിന്ന് എഴുതേണ്ട കാര്യങ്ങളെല്ലാം മേ ബി ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് പൗരബോധം എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലുള്ള കാര്യം തന്നെ മുഴുവൻ അറിയില്ല, അപ്പോഴാ പുറത്തുനിന്ന് ചോദ്യം വന്നാൽ. അതേസമയം സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിൽ പ്രിസൈസ്ഡ് ആൻസേഴ്സ് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആവും. വാട്ട് ഈസ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഫാക്ടേഴ്സുകൾ, ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിലുകൾ, അതുപോലെ തന്നെ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ്, നമ്മുടെ രാഷ്ട്രത്തിന്റെ ചുമതലകൾ, ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ, ഡിസ്ക്രിഷണറി ഫംഗ്ഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ തിയറീസ്, ഡിവൈൻ റൈറ്റ് തിയറി, ദൈവത്വ സിദ്ധാന്തം തുടങ്ങിയുള്ള സിദ്ധാന്തങ്ങൾ, 4 സിദ്ധാന്തങ്ങളും അതിന്റെ ഡീറ്റെയിലുകളും, ഇവയെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിനാണ്. ബാക്കി നിങ്ങളെല്ലാം മാറി ചിന്തിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, ഏതാണെങ്കിലും മതി. ഞാൻ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട രീതി മാത്രമാണ്. നിങ്ങൾ എല്ലാം തന്നെ പഠിക്കാം, യാതൊരു ഇഷ്യൂകളും ഇല്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതേസമയം ജിയോഗ്രഫിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി കമ്പൽസറി ചാപ്റ്റർ ആണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, നമ്മുടെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ കമ്പൽസറി ചാപ്റ്റർ ആണ്. ദെൻ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇവിടെ നിന്നാണ് 7 മാർക്കിന്റെ ചോദ്യം ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 7 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് അത് ആക്ച്വലി അവിടെ നിന്ന് മാപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. മാപ്പ് 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് മാപ്പ് ഇവിടുന്ന് വരും, 1 മാർക്കിന്റെ മാപ്പ് ചെയ്യും. റിസോഴ്സ് വെൽത്ത്, നമ്മുടെ പോർട്ടുകളൊക്കെ റിസോഴ്സ് വെൽത്തിന്റെ ഭാഗത്ത് നിന്നും പോർട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം അവിടെ വരും. നമ്മൾ ആ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ ഡീറ്റെയിൽ പറയും. അപ്പോൾ തന്നെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണം, കൺസ്യൂമർ റൈറ്റ്സ്, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 4 മാർക്കിന്റെ ചോദ്യമുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്റർ ആണ്. അതേസമയം അടുത്തത്, ഇവിടെയാണ് അടുത്ത ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും ഋതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി, അഥവാ സീസൺ ആൻഡ് ടൈം, അതുപോലെ തന്നെ നമ്മുടെ ഇൻ ദ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് ഇറ്റ്. അതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ നോക്കുക, 8 മാർക്കിന്റെ ചോദ്യമാണ്. ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? അതെ, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഋതുഭേദങ്ങളും സമയവും, അഥവാ സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള റീസൺ ആണ്. നമ്മൾ ആദ്യം തന്നെ പഠിച്ച, ഞാൻ നേരത്തെ നിങ്ങളോട് ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൂടാതെ തന്നെ ടൈം കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടേക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. അതേസമയം അടുത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, അഥവാ പൊതു ചെലവും പൊതുവരുമാനവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്. ഇതിൽ ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ ആയിരിക്കും. പൊതു ചിലവും പൊതുവരുമാനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. അതുപോലെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, ഐസ് ഇൻ ദ സ്കൈ, ദ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സും. അതിന് മിക്കവാറും ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ്, ഭൂതല വിശകലനങ്ങളോടെ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ടുണ്ടായിരിക്കുക. കാരണം ഗ്രിഡ് റഫറൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യം, അല്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ ആൻസറുകൾ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇത്രയും ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിലുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നമ്മുടെ ഏകദേശം ഒരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റായി. 15 ചാപ്റ്ററുകൾ നിങ്ങൾ ഏതെല്ലാം പഠിക്കണം എന്നുള്ള പ്ലാൻ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവയെ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃത്യമായ റിവിഷനുമായിട്ട് സാഹിലം നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് ലൈവുകൾ മുടക്കാതെ തന്നെ കാണുക. നമുക്ക് A+ നേടിയെടുക്കണം. നമ്മൾ A+ നേടും.